എന്താ ഭംഗി നോക്കിയേ. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. കാൽവരി മൗണ്ട് എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തമായ ഒരു അടിപൊളി ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് ഇടുക്കിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഇടുക്കി ഡാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ ഇന്ന് ഏറ്റവും ആദ്യം തന്നെ ഏതൊരു മനുഷ്യരും ഇടുക്കിയിൽ കാണാൻ പറ്റുന്ന ഏതൊരു സ്ഥലമുണ്ടെന്ന് ചോദിച്ചാൽ ആദ്യം എല്ലാവരും നിർദ്ദേശിക്കുന്ന ഒരു സ്ഥലമാണ് കാൽവരി മൗണ്ട് എന്ന് പറയുന്നത്. കാരണം അത്രയേറെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്, ഒരു സ്വർഗം എന്നൊക്കെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ആരോട് ചോദിച്ചാലും അവരെല്ലാം പറയും, കാരണം ഇവിടുത്തെ കാഴ്ചകളാണ് അതിൻ്റെ ഏറ്റവും വലിയ അഴകും ഭംഗിയും എന്ന് പറയുന്നത്. അപ്പം എന്നോടൊപ്പം ഉള്ളത്, ഞാൻ ഒറ്റക്കല്ല, എന്നോടൊപ്പം ഉള്ള 2 പുതിയ ആൾക്കാരുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പഴയ ഒരു സുല്ലിയേട്ടൻ്റെ പ്രിയ പത്നി അമ്പിളി ചേച്ചിയും. അപ്പോൾ ഇന്ന് ഞാൻ അവരുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞാൻ അവരൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഇതാണ് നമ്മുടെ സുല്ലിയേട്ടൻ, അമ്പിളി ചേച്ചി. ഇവർ രണ്ടുപേരും ഇവിടെ അടുത്ത് തന്നെയാണ്. സുല്ലിയേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തിക്കും. ഇവിടെ എന്താ പരിപാടി ഇവിടെ? ഞാനിവിടെ ഇടുക്കിയിലാണ് താമസിക്കുന്നത്. ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ടപ്പന 2 കുട്ടികളുണ്ട് കേട്ടോ. അവർക്ക് പരീക്ഷയുണ്ട്, അല്ലെങ്കിൽ അവരിവിടെ വന്നേനാ. നിങ്ങൾ കരയിപ്പിച്ചിട്ടാ പോകുന്നത് വെച്ചത്. അമ്പിളി ചേച്ചി കറക്റ്റ് സുല്ലിയേട്ടന് കട്ടക്ക് കൂട്ടത്തി നിന്ന് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരോടൊപ്പം ഞാൻ മൻസൂർ മുഹമ്മദ്, ട്രിപ്പിൾ ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കാൽവരി മൗണ്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ നിന്നൊരു ടിക്കറ്റ് ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവർ ഓരോ ദിവസം വരുന്നവർ കൂട്ടിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടോ, ഇപ്പം 145 രൂപയാണ്. ഇപ്പം ആളുകൾക്കും ഒരു കാറിനും കൂടി 145 രൂപയാണ് ഇവിടുത്തെ ചാർജ്. അത് ഇവിടെ കൊടുത്തിട്ട് ഇതുവഴി നമ്മൾ കയറണം. 40 രൂപ, വണ്ടി പാർക്ക് തന്നെ 25 രൂപ. അതായത് ആളുകൾ കൂടാൻ തുടങ്ങിയപ്പം കുറേ പിഴിഞ്ഞെടുക്കുക. എന്താ ഭംഗി നോക്കിയേ. ആഹാ, കാൽവരി മൗണ്ട്. ഇതാണ് കാൽവരി മൗണ്ട്. അതായത് നമ്മൾ ഇടുക്കിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റും, കാൽവരി മൗണ്ട് തന്നെയാണ്. ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് മറ്റു പലതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ അത് മാറി. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വന്നെത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് കാൽവരി മൗണ്ടിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ, ഈ കാടും ഈ ലേക്കും. സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കാൽവരി മൗണ്ട്. ഇടുക്കി ഡാം ടോപ്പ് പിന്നിട്ട് ചെറുതോണി കട്ടപ്പന റൂട്ടിലാണ് കാൽവരി മൗണ്ട്. മഞ്ഞിൽ പൊതഞ്ഞ മലനിരകളും കണ്ണകലെ ഇടുക്കി ഡാമിൻ്റെ കാനന സൗന്ദര്യവും കുളിർക്കാറ്റും ഒത്തുയർന്ന കാൽവരി മൗണ്ട് തേടി സഞ്ചാരികളുടെ പ്രവാഹമാണ്. ലോകപ്രസിദ്ധമായ ആർച്ച് ഡാമായ ഇടുക്കിയുടെ ചുവട് പിടിച്ചാണ് കാൽവരി മൗണ്ടും പ്രശസ്തിയുടെ മല കയറിയത്. അധികമാരും ശ്രദ്ധിക്കാതെ കിടന്ന കാൽവരി മൗണ്ട് മലനിരകൾ ഇടുക്കി ഡാമിൻ്റെ വിദൂര ദൃശ്യങ്ങളുടെ നയനാന്തകരമായ കാഴ്ചകളാണ് ശ്രദ്ധ ആകർഷിക്കുന്നത്. ചെറുതും വലുതുമായ ഇരിപ്പിടങ്ങൾ പോലുള്ള പാറകളും പുൽമേടുകളും നിറഞ്ഞ മലനിരകളാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. കൺമുന്നിലായി സമ്പുഷ്ടമായ വനങ്ങൾക്ക് മധ്യത്തിലായി ഇടുക്കി ഡാമിൽ നിന്നുള്ള നീല ജലാശയം. ദ്വീപുകൾ പോലെ പലയിടത്തും ജലാശയങ്ങൾ കയറി ഇറങ്ങിക്കിടക്കുന്നു. ദൂരെ മാറി കുറത്തി മലകളുടെ ദൃശ്യം. വൈകുന്നേരങ്ങളും രാവിലെയും മലകളിൽ പെയ്തിറങ്ങുന്ന കോടമഞ്ഞ്. ഉച്ചവെയിലിൻ്റെ രൂക്ഷതയിലും കുളിര് പകരുന്ന കാറ്റ്. ഇങ്ങനെ കാൽവരി മൗണ്ടിനെ സഞ്ചാരികളുടെ പ്രിയങ്കരിയാക്കാൻ കാരണങ്ങളേറെയാണ്. ഇരുവശവും വേലികെട്ടി തിരിച്ച ഉദ്യാനത്തിന് നടുവിലൂടെയാണ് വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത്. വിവിധങ്ങളായ വർണ്ണപുഷ്പങ്ങളാണ് ഇരുവശങ്ങളിലുമായി പൂവിട്ട് നിൽക്കുന്നത്. ഇവയ്ക്ക് സമീപത്തായി ഇരുന്ന് വിശ്രമിക്കുന്നതിനുള്ള ചാരുബെഞ്ചുകളുമുണ്ട്. ഇടതുവശത്തുകൂടി മലമുകളിലേക്കുള്ള മൺപാതയുമുണ്ട്. ഇതുവഴി ഓഫ് റോഡ് സഞ്ചാരവും മുമ്പുണ്ടായിരുന്നു. വ്യൂ പോയിന്റുകളിൽ താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. മലമുകളിലായി ജില്ലാ ടൂറിസം കേന്ദ്രത്തിൻ്റെ കവാടത്തിന് സമീപത്തായി ജില്ലാ ടൂറിസം കേന്ദ്രത്തിൻ്റെ ഓഫീസിൽ നിന്നുള്ള പാസ് മുഖേനയാണ് അകത്ത് പ്രവേശിപ്പിക്കുക. മുമ്പ് 25 രൂപയായിരുന്നെങ്കിൽ ഇന്നത് 40 രൂപയിലേക്ക് ഉയർന്നു. കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ്, അതിൻ്റെ താഴുന്ന മേഘങ്ങൾ, ചിലയ്ക്കുന്ന പക്ഷികൾ,
സസ്യജാലങ്ങൾ, തണുത്ത പരിസ്ഥിതി, കോടമഞ്ഞ്, അങ്ങനെ പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഏകാന്തതയെ വിലമതിക്കുന്ന പ്രകൃതി സ്നേഹികൾക്കും അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളുടെയും വന്യജീവികളുടെയും ചിത്രങ്ങൾ പകർത്താൻ ആഗ്രഹിക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്കും കാൽവരി മൗണ്ട് ഏറ്റവും അനുയോജ്യമാണ്. കല്യാണത്തണ്ട്, 10-ാം മൈൽ എന്നൊക്കെ ഈ കാൽവരി മൗണ്ടിനെ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങ് അകലെ കാണുന്നത് കോടമഞ്ഞാണെന്ന് വിചാരിക്കുന്നു. കോടമഞ്ഞൊന്നും അല്ല കേട്ടോ, അത് തീ. അവിടെ കണ്ട് തീ കത്തുന്നു വെറുതെ. ആണോ? കാട്ടുതീയാണെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് കേട്ടോ. പക്ഷെ സംഗതി നമ്മൾ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ പറയും അത് കോട ഇറങ്ങി ഇത് വരുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂസ് ഇതാണല്ലേ, ഈ കാണുന്ന വ്യൂസ് അല്ല. പക്ഷെ എനിക്കതിന് ഈ ഒരു മഴ മൂടലൊക്കെ ആണെങ്കിൽ ശരിക്കും മഞ്ഞിറങ്ങി കിടക്കും. അതെ അല്ലേ, അന്നേരമാണ് കുറച്ചും കൂടി ഭംഗിയെന്ന് തോന്നണം അല്ലേ. അന്നേരം ശരിക്കും മഞ്ഞിറങ്ങണം. ഇപ്പൊ ഇന്ന് ഇപ്പം നല്ല വെയിലായതുകൊണ്ട് മഞ്ഞിന്റെ ഒരു ഇതില്ല. ഓ, അല്ലെങ്കിൽ ശരിക്കും കോട ഇറങ്ങി വരും അല്ലേ. നമുക്ക് ഈ വെള്ളമൊക്കെ ശരിക്കും അത്രയും ഇതായിട്ട് കാണാൻ പറ്റില്ല. അതെ അല്ലേ. ഇത് കണ്ട കൊച്ചു കൊച്ചു തുരുത്തുകളൊക്കെ കാണാൻ കേട്ടോ അവിടെ. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് ഇറങ്ങി താഴെ വരെ പോകാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. പക്ഷെ വരുന്നവരാരും എല്ലാവരും ഒന്നും അതുവഴി അത്രയും പോയി കാണുന്നില്ല. ഇവിടെ ഇടയ്ക്ക് നമുക്ക് വേണേൽ തളരുകയാണെങ്കിൽ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. കണ്ടത് ഇത്രയും താഴത്തേക്ക് നമ്മൾ വന്നു കേട്ടോ, അത്ര മുകളിൽ നിന്ന്. കട്ടപ്പന മുതൽ ഈ ടോപ്പിൽ കൂടെ തന്നെ വരാനുള്ള വഴിയുണ്ട്. അതെ അല്ലേ. പണ്ട് മറ്റേ ജീപ്പ് ഓടിക്കൊണ്ടിരുന്നതാണ്. അതെ അല്ലേ. ഫോറസ്റ്റുകാര് ഇത് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ വീതിച്ച് തരം തിരിച്ച് കളഞ്ഞല്ലേ. വഴിയുണ്ട്, പക്ഷെ വണ്ടി സമ്മതിക്കായിരുന്നു. ഓ, മുമ്പ് നേരെ ഇങ്ങനെ വരാമായിരുന്നു കട്ടപ്പന മുതൽ അല്ലേ. കട്ടപ്പന മുതൽ നമുക്ക് നാരായണൻ വരെ വന്നിറങ്ങായിരുന്നു. ഈ റോഡ് പോകുന്നില്ലേ, ഇങ്ങനെ ഇതാ കാണുന്ന റോഡുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മുകളിലേക്കുണ്ട്. ഇതിങ്ങനെ ശരി. ഇങ്ങനെ ചെറിയ തുരുത്ത്, കറക്റ്റ് തുരുത്ത് തന്നെയാണല്ലോ അതൊക്കെ. അവിടെ ഒന്നുമില്ല, അവിടെ വേറെ ഒന്നുമില്ല, മൃഗങ്ങൾ പോലും ഇല്ല. എങ്ങനെ ഉണ്ടാകും അപ്പോൾ അതുങ്ങൾ എങ്ങനെ ജീവിക്കാനൊക്കെ? നീന്തി പോവാ അല്ലേ, നീന്തി കയറുന്നതാണല്ലേ. ഇത് ശരിക്കും മറ്റേ നമ്മുടെ ഇടുക്കി ഡാമാണോ? ഇടുക്കി ഡാം, ചെറുതോണി ആണല്ലേ. അത് നമ്മൾ താഴത്തുനിന്ന് തിരിച്ച് കയറിയാണ് കേട്ടോ. അങ്ങോട്ട് 5 മണി സമയമൊക്കെ ആയപ്പോൾ ആൾ കൂടാൻ തുടങ്ങി അല്ലേ. അല്ലേ. ഈ ഒരു സംഭവമൊന്നുമില്ല, ഒരു ഓല ഷെഡൊക്കെ ആയിരുന്നു. പന ഓല വെച്ച് 1-2 ഓല ഷെഡുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ വരുമ്പം വണ്ടികൾ ഇത്ര ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വണ്ടികൾ നോക്കിയേ, ഈ കാണുന്നതാണ് കുരിശുമല കേട്ടോ. ആ നടപ്പ് ഫുള്ള് നടന്നതിൻ്റെ മേളിൽ ചെല്ലണം. അങ്ങ് അകലെ പോയിരിക്കുക കേട്ടോ. ചുറ്റും നടങ്ങനുസരിച്ച് നമ്മളിത് ഇതുവഴി നേരെ ഇങ്ങനെ പാസ് ചെയ്ത് കയറി. താട്ടിയിട്ട് നോക്കി എന്താ ഭംഗിയെന്ന്. അത് മൊത്തം തേയിലത്തോട്ടം കേട്ടോ. അതിനിടക്കൊക്കെ ഹോം സ്റ്റേ ആണല്ലേ കാണുന്നത്. എടാ, നമ്മൾ നേരത്തെ തീയാണെന്ന് പറഞ്ഞില്ലായിരുന്നു, തീ കത്തുന്നതാണത്. ഇപ്പം ഇവിടെ നിന്നാ കാണാൻ കേട്ടോ അവിടെ തീ. എന്ത് ഭംഗി ഒരു കാറ്റ്. അതെ ഇതിൻ്റെ കാട്ടുകടിയാണ്. എന്ത് ഭംഗി. നേരെ നമുക്ക് തുരുത്തിൽ വല്ലതും ഉണ്ടാന്ന് നോക്കാം. ആ തുരുത്ത് നോക്കി.
ചെറിയ ഒരു തേയിലത്തോട്ടം. ഇതിൻ്റെ ഈ കാൽവരി മൗണ്ടിനോട് ചേർന്ന് തന്നെയുള്ളതാണ് കേട്ടോ. ഇതിനടുത്ത് നിന്ന് ചെറിയതായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണം. ഇത് കണ്ടത് ഇതുപോലെ ഗ്രൂപ്പായിട്ട് നിന്ന് ഫോട്ടോയൊക്കെ ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടക്കോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല ഫോട്ടോസൊക്കെ കിട്ടും. അങ്ങനെ തേയിലത്തോട്ടത്തിലെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ കാൽവരി മൗണ്ടിന് തൊട്ട് പറ്റ തന്നെ വേറൊരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ തേയിലത്തോട്ടത്തിലും ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു മരം കണ്ടോ. ഇതിൻ്റെ പേരെന്തായിരുന്നു? സിൽവർ റോക്ക്, ഓക്ക്. സിൽവർ ഓക്ക് എന്നാണ് ഇതിന് പറയുന്നത് ഈ മരങ്ങൾക്ക്. പക്ഷെ ഇതുമായിട്ട് എന്തോ ഒരു ഈ തേയിലത്തോട്ടവും ഇതുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. കാരണം എവിടെ നമ്മൾ തേയിലത്തോട്ടം നോക്കിയാലും ഈ ഒരു മരം നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ഇതറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ താഴെ കമൻറ്റ് ചെയ്തു കേട്ടോ. അതിൻ്റെ എന്തോ ഒരു സൈക്കോളജി ഉണ്ട് അതിൽ. അല്ല നല്ല കാറ്റായിട്ട് നല്ല തണുത്ത കാറ്റ് വരാൻ തുടങ്ങിയത്. ഈ തേയിലയൊക്കെ കിടന്ന് അണ്ണക്കണം നോക്കി. മറ്റുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കാണുന്നത് ഇത് ഈ നേരത്തെ ആൾക്കാർ വരുന്നതാണ് കാണുന്നത്. പക്ഷേ ഈ കാൽവരി മൗണ്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ഈ നേരം വൈകുന്നതനുസരിച്ച് ആൾക്കാരിങ്ങനെ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുക കണ്ടോ. ഇപ്പം എന്തോരം ആൾക്കാരാണ്. നമ്മൾ ആദ്യം കയറുമ്പോൾ ഉള്ള ആളല്ല ഇപ്പോൾ. ഇതൊക്കെ പിന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക ഓരോരുത്തർ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.